നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദത്തിൽ ഇന്ന് PSG ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പാരീസിൽ വെച്ച് നേരിടുന്നു. നാളെ ബയേൺ മ്യൂണിക്കും റയൽ മാഡ്രിഡും തമ്മിൽ സാന്റിയാഗോ ബെർണബോയിൽ വെച്ച് ഏറ്റുമുട്ടുന്നു. പാർക്ക് ഡെസ് പ്രിൻസസിൽ ഇന്നത്തെ കളി PSG ജീവൻ മരണ പോരാട്ടമാണ്. ബൊറൂസിയ ഡോട്ട്മുണ്ടിനോട് ആദ്യ പാദത്തിൽ ഒരു ഗോളിന് തോറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കടം കൂടി വീട്ടിയിട്ട് വിജയിച്ച് കയറാൻ പറ്റുമോ എന്നുള്ളതാണ് ലൂയിസ് എൻറിക്കയുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളി. അതേസമയം ബയേൺ മ്യൂണിക് വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം സാന്റിയാഗോ ബെർണബോയിൽ നടക്കുമ്പോൾ ആദ്യപാദം 2-2 സമനിലയാണ്. ബാക്കി കളിയൊക്കെ അങ്ങ് മാഡ്രിഡിൽ നടക്കും. അവിടെയും തീ പറക്കുന്ന പോരാട്ടം ഉണ്ടാകും എന്നർത്ഥം. ആര് ഫൈനലിലേക്ക് കടക്കും? ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയുടെ പരകോടിയിൽ നിൽക്കുമ്പോൾ ഈ രണ്ട് മത്സരങ്ങളുടെയും ടീം ന്യൂസും മറ്റു കാര്യങ്ങളുമൊക്കെ യുവേഫ പുറത്തുവിടുന്നുണ്ട്. യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതിലവർ പറയുന്നത് ആരൊക്കെയാണ് ഈ കളിക്ക് അൺഅവൈലബിൾ, ആരൊക്കെയാണ് ഡൗട്ട്ഫുൾ, സസ്പെൻഷൻ ആർക്കൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പം പാരീസ് സെന്റ് ജർമ്മൻ വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് കളി ആദ്യം എടുക്കാം. അതിൽ പാരീസിൻ്റെ ഭാഗത്ത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾ ലൈനപ്പ് എന്ന് പറയുന്നത് ഡൊണാരുമ, ഹക്കീമി, മാർക്കിന്യോസ്, ബെറാൽഡോ, മെൻഡസ്, വാറൻ ജെറമറി, വിറ്റീഞ്ഞ, ഫാബിയൻ റൂയിസ്, ഒസ്മാൻ ഡംബലെ, കിലിൻ എംബാപ്പെ, ബർക്കോള എന്നിവരെയാണ്. അതേസമയം ഹെർണാണ്ടസ് നീ ഇഞ്ചുറി കാരണം പുറത്തായിരിക്കുന്നു. കിംബെമ്പെക്ക് പരിക്കാണ്, അദ്ദേഹവും നേരത്തെ പുറത്താണ്. അപ്പം ഈ താരങ്ങൾ ഉണ്ടാവില്ല. അതാണ് പാരീസ് സെന്റ് ജർമ്മനുമായി ബന്ധപ്പെട്ട് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന വിവരങ്ങൾ. ഡോട്ട്മുണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കോബല്, റേസൻ, ഹമ്മൽസ്, ഷ്ലോട്ടർബെക്ക്, മാറ്റ്സൺ, കാന്, സബിറ്റ്സർ, അഡയേമി, ബ്രാൻറ്റ്, സാൻജോ, ഫുൾക്രഗ്, ഇതാണ് പ്രതീക്ഷിക്കുന്ന 11. അതേസമയം താരങ്ങൾ പുറത്തുണ്ട്. അതിൽ ബെൻസ്ബെയിനി മസ്കുലർ ഇഞ്ചുറിയാണ്. അതുപോലെ തന്നെ ഡുറാനിലേക്കും ഈ മസ്കുലർ ഇഞ്ചുറി ഉണ്ട്. ഈ 2 താരങ്ങൾ ഔട്ടായിരിക്കും എന്നുകൂടി ഇപ്പം യുവേഫ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നുണ്ട്. അതേസമയം റയൽ മാഡ്രിഡ് വേഴ്സസ് ബയേൺ മ്യൂണിക് ഏത് തരത്തിലായിരിക്കും ടീമിനെ ഇറക്കുക? കാർലോ അഞ്ചലോട്ടി പറഞ്ഞു തിബോട്ട് കോർട്ടോവ മടങ്ങിയെത്തിയെങ്കിലും ഈ കളിക്ക് ഗോൾ കീപ്പറായിട്ട് ലൂനിൻ തന്നെയായിരിക്കുമെന്ന്. നാളെ നടക്കുന്ന മത്സരമാണ്. ലൂനിന് കർവാഹൽ, റൂഡിഗർ, ഷുവാമനി, മെൻഡി, വാൽവർദെ, ക്രൂസ്, കമവിംഗ, ബെല്ലിംഗാം, വിനി ജൂനിയർ, റോഡ്രിഗോ, ഇങ്ങനെയുള്ള ഒരു ടീമും കൊണ്ട് റയൽ മാഡ്രിഡ് ഇറങ്ങിയേക്കും. അലാബ നീ ഇഞ്ചുറി കാരണം പുറത്താണ് എന്ന് യുവേഫ സ്ഥിരീകരിക്കുന്നു. ബയേൺ മ്യൂണിക്കിന്റെ ഭാഗത്ത് ന്യൂയർ, കിമ്മിച്ച്, ഡിലൈറ്റ്, ഡയർ, മസ്റോയി, ഗൊളസ്ക, ലൈമർ, സാനെ, മുള്ളർ, മുസിയാല, കെയ്ൻ എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. പരിക്ക് കോമന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട്, ഗുറിയർക്ക് ആംഗിൾ ഇഞ്ചുറി ഉണ്ട്, സാറിന് നീ ഇഞ്ചുറി ഉണ്ട്. ഈ താരങ്ങളൊക്കെ ഔട്ടാണ്. ഡൗട്ട്ഫുൾ ആയിട്ട് ഡിലൈറ്റ് തിരികെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് നീ ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ലിസ്റ്റിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഉപ്പമെക്കാനൊക്കെ ആംഗിൾ ഇഞ്ചുറിയുടെ പ്രശ്നങ്ങളുണ്ട് എന്നുകൂടി യുവേഫ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു. ഏതായാലും ആരൊക്കെ കളിക്കും, ആരൊക്കെ മുന്നോട്ട് പോകും, കാത്തിരുന്ന് കാണാം. ഇതാണിപ്പം ടീം ന്യൂസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.